ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയ ദിവസമായിരുന്നു ഇന്ന്. വെൽക്കം ടു ഡേ 33 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ ഓൺലൈനിൽ സെല്ല് ചെയ്യാനായി പാക്കിംഗ് മെറ്റീരിയലുകൾ ഓർഡർ ചെയ്തിരുന്നു. അത് നമുക്ക് ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് തന്നെ മാക്സിമം ആ പ്രൊഡക്റ്റുകൾ കൂടി ലിസ്റ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ആക്റ്റീവ് ഇൻകം സോഴ്സായ കാർ ഷോറൂമിന്റെ തിരക്കിലാണ്. രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന നമ്മുടെ i20 റെഡിയാക്കാനായി കൊണ്ടുപോയി. കുറച്ച് ദിവസമായി എടുക്കാതെ കിടന്ന വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നല്ല പൊടിയും അഴുക്കും ഉണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അങ്ങനെ കൃത്യമായി അതൊരു സർവീസ് സെന്ററിൽ ഏൽപ്പിക്കുകയും ഫുള്ളായി ഡീറ്റെയിൽ ഇന്റീരിയർ ക്ലീനിങ്ങിനും മറ്റും കൊടുത്തു. ശേഷം നേരെ അക്ഷയയിലേക്ക് ചെന്നു. ലൈസൻസിന്റെ കാര്യങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ മുമ്പത്തെ ദിവസങ്ങളിലെ പോലെ ഞഞ്ഞാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരുടെ പേരിലാണ്, അപ്പോൾ പാർട്ട്ണർ ആരാണ്, ഉടമസ്ഥന്റെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല, കടയും പഞ്ചായത്ത് തമ്മിൽ എന്തൊക്കെയോ ലിങ്ക് ചെയ്തിട്ടില്ല, അങ്ങനെ 100 കൂട്ടം നൂലാമാലകൾ. ഇതൊക്കെ ഒരുവിധം ശരിയാക്കി വന്നപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ ഈ യാസീൻ ആരാണ്? അങ്ങനെ കുറെ നേരം ഓരോന്ന് നോക്കിയ ശേഷം അവർ കഴിക്കാൻ പോയി. ഇതോടെ പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞാനും അവിടെ നിന്ന് ഇറങ്ങി. ശേഷം നേരെ തൊട്ടടുത്തുള്ള നമുക്ക് അറിയാവുന്ന ഒരു സാധാരണ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് ചെന്നിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അവർ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. 15 മിനിറ്റ് കൊണ്ട് K-Smart വഴി ലൈസൻസിന് വേണ്ട എല്ലാ പ്രൊസീജിയറും അവർ റെഡിയാക്കി തന്നു. ഇനി പഞ്ചായത്തിൽ നിന്ന് വന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും ദിവസം ഞാൻ അക്ഷയയിൽ കയറി ഇറങ്ങി നടന്നത്. ഇതോടെ മനസ്സിലായി അക്ഷയയിലെ ചേച്ചിമാരായിരുന്നു പ്രശ്നം. എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറയുവാണ്, നിങ്ങളുടെ ഇൻസ്റ്റയിലെ വീഡിയോ ഞാൻ കാണാറുണ്ടെന്ന്. അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ മറ്റൊരു ടൈപ്പ് കൂടി ഇന്നലെ നമുക്ക് വന്നു. നിങ്ങൾ ആരെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെടുന്നവരോ ക്വാറിയൊക്കെ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഇടപാടുള്ളവരോ ആണെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യണേ. ബാക്കി നാളെ.